പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സംഗമിക്കുന്നവർക്ക് മാത്രമല്ല, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർക്കുമൊക്കെ ഹൃദ്യമായ അനുഭവമാണ്. മറക്കാനാവാത്ത മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും പൊരുളും ഇത്തരം സംഗമങ്ങൾ ലോകത്തെ പഠിപ്പിക്കും. സ്കൂൾ കാലഘട്ടങ്ങളിലെ വേദനിപ്പിച്ച ചില അനുഭവങ്ങൾ പോലും കാലപ്പഴക്കത്തിൽ സുഖകരമായ ഓർമ്മയായി മാറുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള ഓർമ്മകളുടെ വീണ്ടെടുപ്പുമായി ഏതോ ഒരു സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. റബൽ ഉണ്ടാവില്ലപ്പ. സംഗതി അല്പം കഠിനമായി പോയെങ്കിലും സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ വീണ്ടെടുക്കാനാണ് ഈ മുതിർന്ന കുട്ടികളെല്ലാം പഴയ കുട്ടിത്തരത്തിലേക്ക് നീങ്ങിയതെന്ന് തോന്നുന്നു. എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിൽ കെട്ടിടത്തിന് പുറത്തുള്ള ഒരു സ്റ്റെയർ കേസിൽ പുരോഹിത വേഷം ധരിച്ച ഒരാൾ വടിയുമായി നിൽക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ അടുത്ത് പ്രായം ചെന്ന എന്നാൽ വിദ്യാർത്ഥികളെ പോലെ വെള്ള പാന്റും വെള്ള ഷർട്ടും ധരിച്ച ചിലർ വന്ന് ഗുരുവിന് മുന്നിൽ എന്ന പോലെ നിൽക്കുന്നു. ആ നിൽക്കുന്നയാൾ പ്രധാന അധ്യാപകനാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മുന്നിലെത്തുന്ന ഓരോരുത്തർക്കും ചൂരൽ വച്ച് ചന്തിക്ക് നല്ല അടിവെച്ച് കൊടുക്കുകയാണ് പ്രധാന അധ്യാപകൻ. അടികിട്ടിയവരെല്ലാം ചന്തിയും തടവി പോകുന്നു. ചിലരൊക്കെ തല്ലുകിട്ടി ശബ്ദവും ഉണ്ടാക്കിയാണ് ഓടുന്നത്. കൃഷ്ണ എന്ന എക്സ് ഉപയോക്താവ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: ഒരു സ്കൂളിലെ പഴയ വിദ്യാർത്ഥികളുടെ വിചിത്രമായ ഒത്തുചേരൽ ഇതാ. കലക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അഭിഭാഷകർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, വ്യവസായികൾ, സ്കൂൾ ഉടമകൾ എന്നിവരെല്ലാമുണ്ട്. അവർക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട്. അവരെ ഓർമ്മിപ്പിക്കാൻ പ്രിൻസിപ്പൽ ചൂരൽ കൊണ്ടടിക്കണം. കാരണം പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ചൂരൽ അനുഗ്രഹത്തിന്റെ ഫലമായി അവർ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിയെന്ന് അവർ വിശ്വസിക്കുന്നു. വീഡിയോ സമൂഹമാധ്യമ ഉപയോക്താക്കളെ ഏറെ ആകർഷിച്ചു. മുതിർന്ന കുട്ടികൾക്ക് ആ സ്കൂൾ ഓർമ്മകൾ വീണ്ടെടുക്കാനായി ജീവിതത്തിൽ ഇന്ന് എത്തിച്ചേർന്ന ഉയരങ്ങൾക്ക് പിന്നിലുള്ള ചാലകശക്തിയായ ആ ചൂരൽ അടിയില്ലാതെ എങ്ങനെ കഴിയും? അതില്ലാതെന്ത് റീയൂണിയൻ എന്നായിരുന്നു സമൂഹമാധ്യമ ഉപയോക്താക്കളും ചോദിച്ചത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.